ിൽ തന്നെ വസിക്കുന്നു എന്ന ആ വലിയ രഹസ്യം ഒന്ന് അനുഭവത്തിലേക്ക് കൊണ്ടുവരാം. പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നു. കണ്ണടച്ച് ഒരു കരം ഹൃദയത്തിൽ ചേർത്ത് വെച്ച് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്നിൽ ജീവിക്കുന്ന ദൈവമേ, എന്നിൽ ജീവിക്കുന്ന ദൈവമേ, ജീവദാതാവായ പരിശുദ്ധാത്മാവേ, ജീവദാതാവായ പരിശുദ്ധാത്മാവേ, എന്നിൽ കത്തിപ്പടരണമേ, എന്നിൽ കത്തിപ്പടരണമേ. കർത്താവും ജീവദാതാവുമായ പരിശുദ്ധാത്മാവേ, ജീവദാതാവുമായ പരിശുദ്ധാത്മാവേ, പിതാവിനും പുത്രനും ഒപ്പം ആരാധിക്കപ്പെടുന്നവനായ പരിശുദ്ധാത്മാവേ, പിതാവിനോടും പുത്രനോടും സമനായ പരിശുദ്ധാത്മാവേ, പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും ഉത്ഭവിക്കുന്ന പരിശുദ്ധാത്മാവേ, ജ്ഞാനം നിറയ്ക്കണമേ, ജ്ഞാനസ്നാനത്തിലൂടെ ജ്ഞാനത്തിന്റെ ഭണ്ഡാകാരം എന്നിൽ തുറന്നിരിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്നിൽ ജ്ഞാനം നിറയ്ക്കണമേ, വിശ്വാസം നിറയ്ക്കണമേ, ബുദ്ധി നൽകണമേ, വിവേകം നൽകണമേ, ക്രിസ്തീയ ജീവിതത്തിന്റെ ആത്മാവിലുള്ള ജീവൻ നൽകണമേ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമ്മൾ ഈ ആമുഖമായിട്ട് ഈ ഗാനം ആലപിക്കുന്നത് ഒരുപക്ഷെ നിങ്ങളെല്ലാവരും കേട്ട് പരിചയമുള്ള ഗാനമാണ്. ആദ്യകാലങ്ങളിൽ ഏതാണ്ട് 25 വർഷം മുമ്പ് പരിശുദ്ധാത്മാവ് തന്നെ എനിക്ക് പറഞ്ഞു തന്ന് എഴുതിച്ചൊരു ഗാനമാണിത്. ഇത് വളരെയധികം നമ്മുടെ ജീവിതത്തെ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആത്മാവിലുള്ള ജീവിതമാണ് ഈ ഗാനത്തിൻ്റെ പ്രധാന വിഷയം. ക്രിസ്തീയ ജീവിതം ആത്മാവിലുള്ള ജീവിതമാണ്. ആ ബോധ്യത്തോടെ നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്നിൽ കത്തിപ്പടരണമേ, ജീവജലത്തിനരുവിയായി എന്നിൽ കത്തിപ്പടരണമേ, ജീവജലത്തിനരുവിയായി എന്നിൽ നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. ആത്മാവേ, കൈയടിച്ച് പാടാം. പരിശുദ്ധാത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഹൃദയത്തിൽ വാഴും ആത്മാവേ, നിറയണമേ, എന്നിൽ നിറയണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ, നിറയണമേ, എന്നിൽ നിറയണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ, എന്നിൽ കത്തിപ്പടരണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ. കൈകൾ ഉയർത്തിയടി. പരിശുദ്ധാത്മാവ് നമ്മിൽ വസിച്ചുകൊണ്ട് ജീവിതത്തെ ആലയമാക്കിയിരിക്കുന്നു. നമ്മൾ ദൈവത്തിൻ്റെ ആലയമാണ്, ദൈവത്തിൻ്റെ ഓമന മക്കളാണ്.
ദൈവത്തിനാലയം ഞാനല്ലോ, ദൈവത്തിൻ കൂടാരം ഞാനല്ലോ. ഓരോ വിശ്വാസിയും ദൈവമകൻ ഞാൻ, ദൈവത്തിനോമനക്കുട്ടൻ ഞാൻ. ദൈവജനം നാം, ദൈവമകൻ ഞാൻ, ദൈവത്തിനോമനക്കുട്ടൻ ഞാൻ. ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ. ദൈവവും മനുഷ്യനും ഒന്നായ നിമിഷം പാപിയം ഞാൻ ദൈവ സുതനായി മാറി. ദൈവവും മനുഷ്യനും ഒന്നായ നിമിഷം പാപിയം ഞാൻ ദൈവ സുതനായി മാറി. പിതാവെന്നോടുകൂടെ പുത്രനെന്നോടുകൂടെ സ്വർഗരാജ്യം എന്നിൽ തന്നെ. പിതാവെന്നോടുകൂടെ പുത്രനെന്നോടുകൂടെ സ്വർഗരാജ്യം എന്നിൽ തന്നെ. ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ. എല്ലാവരും ദാഹത്തോടെ പരിശുദ്ധാത്മാവ് നമ്മിൽ തന്നെ വസിക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ പാടാൻ നമുക്ക്. പരിശുദ്ധാത്മാവ് നമ്മിൽ തന്നെ വസിക്കുന്നു. ദൈവാത്മാവെന്നിൽ നിറഞ്ഞപ്പോ, ദൈവസ്നേഹം എന്നിൽ ചൊരിഞ്ഞപ്പോ. ദൈവാത്മാവിനിൽ നിറഞ്ഞപ്പോൾ, ദൈവസ്നേഹം എന്നിൽ ചൊരിഞ്ഞപ്പോൾ. ദൈവാത്മാവെന്റെ ആത്മാവിലയിച്ചു, ആബാ പിതാവെന്നു ഞാൻ വിളിച്ചു. ദൈവാത്മാവിന്റെ ആത്മാവിൽ ലയിച്ചു, ആബാ പിതാവെന്ന് ഞാൻ വിളിച്ചു. ആത്മാവേ അതിരം തുറന്ന് ശക്തിയോടെ ബോധ്യത്തോടെ ആത്മാവേ പരിശുദ്ധാത്മാവേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. 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 സ്നേഹാഗ്നിജ്വാലയാൽ എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു തുള്ളിച്ചാടിപ്പാടാമോ? ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നിജ്വാലയാൽ എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നാത്മാവിൽ പടരണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നാത്മാവിൽ പടരണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നാത്മാവിൽ പടരണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നാത്മാവിൽ പടരണമേ. എന്നാത്മാവിൽ പടരണമേ. എന്നാത്മാവിൽ പടരണമേ. എന്നാത്മാവിൽ പടരണമേ. എന്നാത്മാവിൽ പടരണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നാത്മാവിൽ പടരണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നാത്മാവിൽ പടരണമേ. ആത്മാവേ ജ്ഞാനത്താൽ നിറയ്ക്കണമേ. എന്നിൽ വാഴും ആത്മാവേ ജ്ഞാനത്താൽ നിറയ്ക്കണമേ. 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 എന്നിൽ വാഴും ആത്മാവേ പുതുബോധ്യങ്ങൾ നൽകണമേ. എന്നിൽ വാഴും ആത്മാവേ പുതുബോധ്യങ്ങൾ നൽകണമേ. എന്നിൽ വാഴും ആത്മാവേ
ആത്മാവേ പുതുബോധ്യങ്ങൾ നൽകണമേ. എന്നിൽ വാഴും ആത്മാവേ പുതുബോധ്യങ്ങൾ നൽകണമേ. ജ്ഞാനം നൽകണമേ, 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 കൈകൾ ഉയർത്തി അടിച്ചുകൊണ്ട് ജ്ഞാനം നൽകണമേ, 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 പരിശുദ്ധാത്മാവേ ജ്ഞാനം നൽകണമേ. ദൈവിക രഹസ്യങ്ങൾ ഹല്ലേലൂയ, 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 പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. ശബ്ദബലൗലയ്യ, ശാലബലൗലയ്യ, ഹാലബലൗലയ്യ. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവേ പ്രാർത്ഥിക്കണമേ. ശാലബലൗലയ്യ, എല്ലാവരും ഭാഷാവരത്തിൽ, എല്ലാവരും ഭാഷാവരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട്, ഭാഷാവരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ത്രിത്വൈക ദൈവത്തിന്റെ ആവാസം അതിശക്തമായിട്ട് നമ്മളിൽ ഉണ്ടാകുന്നു. ത്രിത്വൈക ദൈവം നമ്മളിൽ വസിക്കുന്നു. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ത്രിത്വൈക ദൈവത്തിന്റെ സഹവാസം നമ്മളിലേക്ക് ആഴമായി വരുന്നു. ഒരു കഥം ഹൃദയത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട്, ഓ പരിശുദ്ധാത്മാവേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്കിരിക്കാം.
പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെയും, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ആത്മാവിലുള്ള ജീവിതമാണ്. നമ്മുടെ ഇന്നത്തെ ഈ പ്രഭാഷണത്തിൻ്റെ ശീർഷകം പരിശുദ്ധാത്മാവിലുള്ള ജീവിതം എന്നതാണ്. അതോടൊപ്പം നമ്മൾ ദൈവത്തിന് നന്ദി പറയുന്നു. കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിൻ്റെ 50 വർഷത്തെ ഈ ജൂബിലി ആഘോഷിക്കുന്നതിൻ്റെ പ്രസക്തിയെക്കുറിച്ചും നമ്മൾ താനിയത്തച്ഛൻ പരാമർശിച്ചു. ലോകമെമ്പാടും എല്ലാ തലങ്ങളിലും, രൂപത തലങ്ങളിൽ, രാജ്യതലങ്ങളിൽ, അന്താരാഷ്ട്രീയ തലങ്ങളിലെല്ലാം അതിൻ്റെ വലിയ ആഘോഷം നടന്നുകൊണ്ടേയിരിക്കും. പ്രൈസ് ദ ലോർഡ്. ക്രിസ്തീയ ജീവിതം എന്നത്, ക്രിസ്തീയ ജീവിതം ഇത് പറയുമ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത് കാറ്റക്കിസം, സഭാപ്രബോധനങ്ങളിൽ, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലെ 3-ാമത്തെ ഭാഗത്തിൻ്റെ ശീർഷകം ഇതാണ്. 1699 നമ്പർ, 1699 നമ്പർ 3-ാമത്തെ ഭാഗം ആരംഭിക്കുന്ന ഇതാണ്: ക്രിസ്തീയ ജീവിതം പരിശുദ്ധാത്മാവിലുള്ള ജീവിതമാണ്. പരിശുദ്ധാത്മാവിലുള്ള ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. അപ്പോൾ നമ്മൾ പണ്ട് ഈ നവീകരണത്തിലേക്ക് എല്ലാം വരുന്നതിന് മുമ്പ് ഇത്രയും നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ആ പ്രവർത്തനത്തെക്കുറിച്ച് അറിവില്ലായിരുന്നു. നവീകരണത്തിലൂടെ നമുക്ക് മനസ്സിലായി എന്താണ് ഈ നവീകരണത്തിൻ്റെ എല്ലാം പ്രധാന ഉദ്ദേശം ക്രിസ്തീയ ജീവിതമാണ്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് തന്നെ ആത്മാവിലുള്ള ജീവിതമാണ്. അതൊന്ന് വായിക്കാം. 1699 ഖണ്ഡികയിൽ സഭാപ്രബോധനം, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. 1699 എന്താണ്? മൈക്കില്ല, ഇത് പറ്റി. 1699 ഖണ്ഡികയിൽ പറയുന്നത് ക്രിസ്തീയ വായിച്ചോളൂ. പരിശുദ്ധാത്മാവിലുള്ള ജീവിതം. കേൾക്കാമോ? പരിശുദ്ധാത്മാവിലുള്ള ജീവിതം മനുഷ്യന്റെ വിളിയെ പൂർത്തിയാക്കുന്നു. അതിന്റെ ശീർഷകം ഒന്ന് വായിച്ച്. ആ അധ്യായത്തിന്റെ ആരംഭം മനുഷ്യന്റെ വിളി ആത്മാവിലുള്ള ജീവിതമാണ്. ഒന്നെല്ലാവരും ഒരു കരമുയർത്തി ഒന്ന് ഏറ്റു പറഞ്ഞ്, മനുഷ്യന്റെ വിളി ആത്മാവിലുള്ള ജീവിതമാണ്. ഒരു ക്രിസ്ത്യാനിയുടെ എന്നോ വിശ്വാസിയുടെ എന്നോ അല്ല എഴുതിയിരിക്കുന്നത്, മനസ്സിലായോ? എല്ലാ മനുഷ്യരുടെയും വിളി, മനുഷ്യവംശത്തിന്റെ മുഴുവനും വിളി. ഒന്നുകൂടി കരമുയർത്തിയേറ്റ് പറഞ്ഞ്, മനുഷ്യന്റെ വിളി ആത്മാവിലുള്ള ജീവിതമാണ്. ആത്മാവിലുള്ള ജീവിതം. പക്ഷെ നമുക്കിതെല്ലാം മനസ്സിലായത് ഈ നവീകരണം വന്നപ്പോഴല്ലേ മനസ്സിലായത്, ഇല്ലേ? ഞാനും നല്ല ഒരു ക്രൈസ്തവ കുടുംബത്തിൽ എല്ലാ ദിവസവും പള്ളിയിൽ പോയി വളരെ ഭംഗിയായിട്ട് മാതാപിതാക്കൾ എന്നെ വചനം പഠിപ്പിച്ചു. എല്ലാം പഠിച്ചുവെങ്കിലും ഈ പരിശുദ്ധാത്മാവ് എന്നിൽ തന്നെ വസിക്കുന്നു എന്ന കാര്യം 40 വയസ്സുള്ളപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാനൊരു ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ, ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കെ, എൻ്റെ ഉള്ളിൽ നിന്നും ഇങ്ങനെ ഒരു അതിശക്തമായ ഒരു പ്രചോദനം വന്ന് ഞാൻ ദൈവത്തെ അങ്ങ് സ്തുതിക്കാൻ തുടങ്ങി. ആ സ്തുതിപ്പ് എനിക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ സ്തുതിക്കാൻ തുടങ്ങി. എൻ്റെ നാവ് ഞാൻ പിടിച്ചോടുത്ത് നിൽക്കുന്നില്ല. നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, ഇല്ലേ? അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണെന്നും ഇത് ഭാഷാപരമാണെന്നും. അങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ
പന്തക്കൊസ്താ ദിവസം അപ്പസ്തോലന്മാർ അന്യഭാഷയിൽ സംസാരിച്ച പോലെ എൻ്റെ ഉള്ളിൽ നിന്നും ഞാൻ അറിയാതെ തന്നെ അങ്ങ് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ ആലോചിച്ചത് എന്തീ സംഭവിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ ട്രെയിനിൽ എന്തോരം ആളുകളുണ്ടാവും. അവർ എന്നെ കണ്ടിട്ട് എന്ത് തോന്നിയിട്ടുണ്ടാവും? അവർ എന്നെ ഈ എന്താ പറയുക, അവരെ സംബന്ധിച്ചൊരു കോപ്രായം എന്ന് പറയാൻ പറ്റൂലേ? അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇയാളുടെ ഈ അവസ്ഥ കണ്ടിട്ട് അവർ വിചാരിച്ചു ഇതെന്തോ അസുഖമാണ്. ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജനങ്ങളുടെ മധ്യത്തിൽ ഒരാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്ത് വിചാരിക്കും? ഇത് തന്നെയാണ് പന്തക്കൊസ്താ ദിവസം വിചാരിച്ചത്. പക്ഷെ അങ്ങനെ എനിക്ക് മനസ്സിലായി, പരിശുദ്ധാത്മാവ് അങ്ങ് ആകാശത്തിൽ നിന്ന് പറന്നു വരേണ്ട ഒരാളല്ല. മാമോദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും ഈ പരിശുദ്ധാത്മാവ് എന്നിൽ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. പക്ഷെ ഇത് മനസ്സിലായത് 40 വയസ്സായപ്പോഴാണ് എനിക്ക്. പക്ഷേ മാമോദീസ മുതൽ പരിശുദ്ധാത്മാവ് എന്നിൽ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ അറിയാതെ തന്നെ ആ പരിശുദ്ധാത്മാവ് എന്നിൽ പ്രവർത്തിക്കുമായിരുന്നു. എനിക്ക് ദൈവവചനത്തിൻ്റെ ദാഹമുണ്ടാക്കി, വചനം വായിക്കാനും പഠിക്കാനും. അപ്പം ഇതൊക്കെയാണ് ആത്മാവിലുള്ള ജീവിതം എന്ന് പറയുന്നത്. ആത്മാവിലുള്ള ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. ആ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആത്മാവിലുള്ള ജീവിതത്തെക്കുറിച്ച് ആഴമായി പിന്നീട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ആ ട്രെയിനിൽ വെച്ച് തന്നെ എനിക്ക് ദൈവസ്വരം ശ്രവിക്കാൻ സാധിച്ചു. ആത്മാവിൽ ഉള്ള ജീവിതത്തിൻ്റെ ഒരുപക്ഷെ ഏറ്റവും പ്രധാന കാര്യം ഇതാണ്: ആത്മാവ് നമ്മോട് സംസാരിക്കുന്നു. ദൈവം നമ്മോട് സംസാരിക്കുന്നു. ഇത് പണ്ടെല്ലാം ഞാൻ വിചാരിച്ചിരുന്നത് വലിയ വലിയ വിശുദ്ധന്മാരോടും അല്ലെങ്കിൽ വലിയ വലിയ ധ്യാനഗുരുക്കന്മാരോടും ഒക്കെ മാത്രമേ ദൈവം സംസാരിക്കുള്ളൂ എന്നാണ്. പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി, ദൈവം സാധാരണക്കാരായ നമ്മളെല്ലാവരോടും സംസാരിക്കുന്നുണ്ട്. ആത്മാവിലുള്ള ജീവിതത്തിൻ്റെ ഒരു കാര്യം ഇതാണ്: നമ്മളെല്ലാവരും ദൈവമക്കളാണ്. ദൈവത്തിന് യാതൊരു പക്ഷപാതവുമില്ല. നമ്മളെല്ലാവരോടും ദൈവം ഉള്ളിൻ്റെ ഉള്ളിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷേ നമുക്കൊന്ന് കേൾക്കാൻ ഇച്ചിരി സമയം കൊടുക്കണം. ഇവിടെ അധികവും സഹോദരിമാരുണ്ട്. എന്നാലും എൻ്റെ ഭാര്യ എന്നിൽ നിന്ന് എന്ത് ആഗ്രഹിക്കണമെന്നറിയോ? എന്നിൽ നിന്ന് എൻ്റെ ഭാര്യ ആഗ്രഹിക്കണമെന്നറിയോ? എന്നോട് പറയും, അതെ, ഒരു ദിവസം എൻ്റെ കൂടെ ഒന്ന് ഇരിക്കി, കുറച്ച് നേരം എൻ്റെ കൂടെ ഒന്ന് ഇരിക്കി. ഇതല്ലേ നിങ്ങൾ ആഗ്രഹിക്കണേ? നിങ്ങൾ ഭർത്താവിൽ നിന്ന് ലക്ഷക്കണക്കിന് പണമാണോ ആഗ്രഹിക്കണേ, അതോ അദ്ദേഹത്തെയാണോ ആഗ്രഹിക്കണേ? എന്താഗ്രഹിക്കുന്നേ? എൻ്റെ കൂടെ ഒന്ന് ഇരിക്കി എന്നെല്ലാവരും പറഞ്ഞേ. എൻ്റെ കൂടെ ഒന്ന് ഇരിക്കി. ഇതാണ് ആത്മാവിലുള്ള ജീവിതത്തിലും പരിശുദ്ധാത്മാവ് നമ്മളോട് പറയണത്. താൻ ഈ ഓട്ടവും ചാട്ടവും എല്ലാം നിർത്തി കുറച്ച് സമയം എൻ്റെ കൂടെ ഒന്ന് ഇരിക്കി. എന്തിനു പറയണം? നമുക്ക് ജോലി തിരക്കിൻ്റെ ഇടയിൽ അല്പസമയമെങ്കിലും ഈശോയുടെ കൂടെ, പരിശുദ്ധാത്മാവിൻ്റെ കൂടെ ഒന്ന് ഇരിക്കാൻ സമയം കിട്ടാത്തതാണ് നമ്മുടെ പ്രധാന പ്രശ്നം. അതിരാവിലെ എണീറ്റ് ആത്മാവിൻ്റെ കൂടെ ഇരിക്കണം. അപ്പം ഇവിടെ മറ്റൊരു ബോധ്യം നമുക്കുണ്ടാകണം. പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ കണ്ടോ, പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് പ്രാവിനെയാണ്, പ്രാവ് ഇല്ലേ? പിന്നെ ചിന്തിക്കുന്നത് അഗ്നിയാണ്, പിന്നെ ചിന്തിക്കുന്നത് വെള്ളമാണ്, പിന്നെ ചിന്തിക്കുന്നത് കാറ്റാണ്.
എന്നാൽ ഇതെല്ലാം പ്രതീകങ്ങളാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകങ്ങളാണ് പ്രാവ്, അഗ്നി, കാറ്റ്, വെള്ളം. എന്തിനാണ് ഈ പ്രതീകങ്ങൾ? നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴമായ ഒരവസ്ഥയാണ് ഈ പ്രതീകങ്ങളിലൂടെ നമ്മൾ കാണിച്ചത്. ഇപ്പം കണ്ടോ, നമ്മുടെ സിറോ മലബാർ കുരിശ് വലിയൊരു പ്രതീകമാണ്. ആ കുരിശിൻ്റെ പൂമൊട്ടുകൾ പോലെ കാണുന്നത് എന്താ? പ്രതീകമാണ്. എന്തിൻ്റെ പ്രതീകമാണ്? ഉയർപ്പിൻ്റെ പ്രതീകമാണ്. അപ്പോൾ പ്രതീകങ്ങൾ നമ്മൾക്ക് വിശ്വാസത്തിൻ്റെ തലത്തിൽ ഉള്ളത് ഒരു ഭാഷയ്ക്കോ ഒരു വാക്കിനോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിനേക്കാൾ വലിയൊരു കാര്യം അനുസ്മരിപ്പിക്കാനും വലിയൊരു കാര്യത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് ഈ പ്രതീകങ്ങൾ ഉപയോഗിക്കുന്നത്. ഒരു വാക്കുകൊണ്ടും അത് എന്താ പറയാൻ പറ്റില്ല. അത് തന്നെയാണ് പ്രതീകത്തിൻ്റെ ആവശ്യം. ഒരു വാക്കുകൊണ്ടും അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. എന്നാൽ വിശ്വാസത്തിൽ നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ ജ്ഞാനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവ് ആരാകുന്നു? വ്യക്തിയാണ്. ക്രിസ്തീയ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ആ അനുഭവം നമുക്ക് ഏറ്റവും കൂടുതൽ എളുപ്പമുണ്ടാകുന്നതിന് ഞാൻ പെട്ടെന്ന് പറയാണ്. പരിശുദ്ധാത്മാവ് തീയാണ്, കാറ്റാണ്, പ്രാവാണ്, വെള്ളമാണ് എന്നെല്ലാം പ്രതീകമാണെങ്കിൽ ആ പ്രതീകങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ പ്രതീകങ്ങൾക്ക് അപ്പുറത്തുള്ള അന്തസത്തയിൽ പരിശുദ്ധാത്മാവ് ആരാകുന്നു? വ്യക്തിയാകുന്നു. അതാണ് വിശ്വാസ പ്രമാണത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, പ്രഖ്യാപിക്കുമ്പോൾ എന്തെല്ലാമാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത്? പരിശുദ്ധാത്മാവ് ആരാകുന്നു? കർത്താവും ജീവദാതാവും. കേട്ടോ, കർത്താവും ജീവദാതാവും. പിതാവിനോടും പുത്രനോടും സമനായവനും, പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും ഉത്ഭവിക്കുന്നവനും, പിതാവിനോടും പുത്രനോടും ഒപ്പം ആരാധിക്കപ്പെടുന്നവരും. ഇത് പ്രാവാണോ? കാറ്റാണോ? പിതാവിനും പുത്രനും സമനായവരും. ഈ ആദ്യകാലങ്ങളിൽ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമ്മളെപ്പോഴും പിതാവിനോട് പ്രാർത്ഥിക്കുന്നു, നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല പിതാവിനോട് പ്രാർത്ഥിക്കാൻ. ഈശോയോട് പ്രാർത്ഥിക്കാനും ബുദ്ധിമുട്ടില്ല. കാരണം അവരെല്ലാം കൃത്യമായിട്ട് വ്യക്തിത്വം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പിതാവിൻ്റെ വ്യക്തിത്വം, പുത്രൻ്റെ വ്യക്തിത്വം എളുപ്പം മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ പറയുകയാണ്, നീ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക. ഈ പ്രാവിനോടോ, ഈ വെള്ളത്തിനോടോ, ഈ തീനോടോ മാത്രമല്ല. അപ്പോൾ വേറൊരു ആശയക്കുഴപ്പം വന്നു. ഇത്രയും ദിവസവും പിതാവിനോടും പുത്രനോടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, പെട്ടെന്ന് നമ്മൾ കാല് മാറിയാലോ? അങ്ങനെ ഒരു പ്രയാസം എനിക്ക് തോന്നി. പെട്ടെന്ന് നമ്മൾ പിതാവിനെയും പുത്രനെയും വിട്ട് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചാൽ അവർക്ക് എന്ത് തോന്നും? പക്ഷേ അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചപ്പോഴേ അവർക്ക് ഭയങ്കര സന്തോഷമായി. ആർക്ക് സന്തോഷമായി? പിതാവിനും പുത്രനും വലിയ സന്തോഷമായി. അപ്പോഴാണ് മനസ്സിലായത് ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് മറ്റൊരു സഹായകന് നൽകും. ആ സഹായകൻ എന്നെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളെ പഠിപ്പിക്കും, എനിക്കുള്ളതെല്ലാം നിങ്ങൾക്ക് വാരിത്തരും. വേണോ? എനിക്കുള്ളതെല്ലാം നിങ്ങൾക്ക് എടുത്തു തരും. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എഴുതിയിരിക്കുകയാണ്. ഇത് യോഹന്നാന്റെ സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിൽ 14-ാമത്തെ വചനം ഒന്ന് വായിച്ചു നോക്കിയേ. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ
14-ാമത്തെ വചനത്തിൽ പറയുകയാണ്, അവൻ സ്വമേധയാ ആയിരിക്കയില്ല സംസാരിക്കുന്നത്, അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങൾക്ക് അറിയിക്കും. അവൻ എനിക്കുള്ളവയിൽ നിന്ന് കണ്ടോ, എനിക്കുള്ളതിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും. അങ്ങനെ അവൻ എന്നെ, എല്ലാവരും കരമുയർത്തുന്ന ഏറ്റു പറഞ്ഞേ, അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും. തുടർന്ന് വായിക്കാം. പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ്. അതുകൊണ്ടാണ് കണ്ടോ, അവൻ എനിക്കുള്ളതിൽ നിന്നെല്ലാം എടുത്ത് നിനക്ക് തരുമെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ചിന്തയാണ്, എന്തായിരിക്കും ആവോ, എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിനക്ക് തരും. അപ്പം എന്തൊക്കെ കിട്ടും? നമ്മൾ അതും പറഞ്ഞിങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ കുറെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ തുടർന്ന് വായിച്ചപ്പോൾ എന്താ പറയണേ? പിതാവിനുള്ളതെല്ലാം. എല്ലാവരും ഒന്ന് കരമുയർത്തി ഏറ്റു പറഞ്ഞേ, പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ്. പ്രൈസ് ദ ലോർഡ്. ഒന്നുകൂടി ഉച്ചത്തിൽ പറഞ്ഞേ, പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ്. ആ എനിക്കുള്ളവയിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് തരുന്നു. അപ്പൊ എത്ര നമുക്ക് കിട്ടും? പിതാവിനുള്ളതെല്ലാം നമുക്കുള്ളതുമാണ്. പിതാവിനുള്ളതെല്ലാം നമുക്ക് കിട്ടുന്നു. നമുക്കിതൊന്നും ചിന്തിക്കാനേ പറ്റുന്നില്ല, നമുക്കിതൊന്നും ഉൾക്കൊള്ളാനേ പറ്റുന്നില്ല. കാരണം നമ്മൾ ചിന്തിക്കണത് നമ്മൾക്ക് മനസ്സിലാകുന്ന ഈ അടുത്തുള്ള കാര്യങ്ങളാണ്. നമുക്കൊന്നും കൂടി സ്തുതിക്കാം. യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ദൈവിക ജ്ഞാനത്താൽ എന്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. ദൈവിക രഹസ്യങ്ങൾ എനിക്ക് വെളിപ്പെടുത്തി തരണമേ. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ജീവിത അനുഭവത്തിൽ നിന്ന് പറയാം. എന്താണ് നമ്മൾ കേട്ടത്? പരിശുദ്ധാത്മാവിലുള്ള ജീവിതം, ക്രിസ്തീയ ജീവിതം എന്നത് പരിശുദ്ധാത്മാവിലുള്ള ജീവിതം. അതിൻ്റെ ആദ്യപടി ഞാൻ എൻ്റെ ജീവിതത്തിൽ പിന്നീടുണ്ടായ കാര്യം ഇങ്ങനെയാണ്. അതിരാവിലെ എഴുന്നേറ്റ് ഞാൻ അങ്ങോട്ട് പറയുകയല്ല, ഇങ്ങോട്ട് കേൾക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങോട്ട് കേൾക്കുക. ഒരിക്കൽ ഞാൻ കുറേ കാര്യങ്ങൾ പറയാനുള്ളതെല്ലാം 1.5 മണിക്കൂർ എടുത്ത് കർത്താവിനോട് ഉള്ള പണ്ടപ്പരപ്പുകളൊക്കെ നമ്മുടെ എല്ലാ പ്രശ്നവും പറഞ്ഞു കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പിതാവിനെ പുത്രനെയും വരച്ചങ്ങ് പോവുക. അപ്പോൾ ഒരു ശബ്ദം കേട്ടു, തോമസ്. ഞാൻ നോക്കിയപ്പോൾ പള്ളിയിൽ ആരുമില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി സ്വരം കേൾക്കുന്നത് എങ്ങനെയാണ്. ശരിക്കും മനസ്സിലായി. എൻ്റെ പേര് മനസ്സിലാവില്ലേ? വല്ല സംശയമുണ്ടോ? അവിടെ ആരുമില്ല, പിന്നെ ആരെയും വിളിക്കുന്നത്? പരിശുദ്ധാത്മാവ് എന്നെ വിളിക്കുന്നു. ഇപ്പൊ നിങ്ങൾ തോന്നുന്നു അങ്ങനെയൊക്കെ വിളിക്കോ? അങ്ങനെ വിളിക്കും. എല്ലാവരെയും വിളിക്കോ? എല്ലാവരെയും വിളിക്കും. അതാണ്. പക്ഷെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ ഉടനെ മടങ്ങി വന്ന് മുട്ടുകുത്തി, കർത്താവേ സംസാരിച്ചാലും. അപ്പം എന്നോട് പറഞ്ഞത് ഇതാണേ, ക്ഷമിക്കണം, ഇത് വലിയ കാര്യമൊന്നുമല്ല, ചെറിയ കാര്യമാണെങ്കിലും എന്നോട് പറയണേ, നീ 1 മണിക്കൂർ പറഞ്ഞതെല്ലാം എനിക്കറിയാമായിരുന്നല്ലോ. നമ്മൾ 1 മണിക്കൂർ നമ്മുടെ പണ്ടപ്പരപ്പുകളൊക്കെ പറഞ്ഞു. അപ്പോൾ പരിശുദ്ധാത്മാവ് പറയണേ, നീ പറഞ്ഞതെല്ലാം എനിക്ക് അറിയാമായിരുന്നല്ലോ. ചേട്ടാ, അത് ശരിയാണല്ലോ, കാരണം ദൈവത്തിനെല്ലാം അറിയാലോ. അപ്പോഴാണ് എനിക്ക് ഭയങ്കര ഒരു വിഡ്ഢിത്തരം എന്ന് തോന്നി. എന്താ വിഡ്ഢിത്തരം? ദൈവത്തിനെ അറിയാമായിരുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറയുന്ന അങ്ങോട്ട് പറഞ്ഞു. എന്നിട്ട് ഞാനങ്ങ് പോവുകയാണ്. എന്നിട്ട് രണ്ടാമത് പറയാണ്, നിന്റെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഉത്തരവും എനിക്കറിയാം. അപ്പോൾ ഭയങ്കര സന്തോഷം. എന്നാൽ അതിങ്ങോട്ട് വേഗം പറയും.
ഇതായിരുന്നു നീ ആദ്യം ചോദിക്കേണ്ടിരുന്നത്. നീ ഇത്രയും ചോദിച്ചാൽ മതിയായിരുന്നു, കർത്താവേ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും നിനക്കറിയാലോ. ഒറ്റ വാക്ക്. 1 മണിക്കൂർ ലാഭിച്ചോ? 1 മണിക്കൂർ ലാഭിച്ചു. അതിൻ്റെയൊക്കെ ഉത്തരം എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞതായോ? ഇവിടെയാണ് ശ്രവണമാണ് കൂടുതൽ ആവശ്യം. ശ്രവിക്കണം, പരിശുദ്ധാത്മാവിനെ ശ്രവിക്കണം. ഒരു കാര്യം ഞാൻ പറയാം, ഒന്ന് അമ്മച്ചിമാരെല്ലാം ഒന്ന് കൈവീശി കാണിച്ചേ. ഒരു കാര്യം ഞാൻ പറയണത് കേട്ടോട്ടോ. ഇവിടെയുള്ള അച്ഛന്മാരെയും സിസ്റ്റർമാരെയും ഒന്നും താഴ്ത്തിക്കെട്ടുകയല്ല. ഈ ബഹുമാനപ്പെട്ട അച്ഛന്മാർ കേൾക്കുന്നതിനേക്കാളും എളുപ്പം സാധാരണ വീട്ടമ്മമാർക്ക് പരിശുദ്ധാത്മാവിൻ്റെ സ്വരം ശ്രവിക്കാൻ പറ്റും. പ്രൈസ് ദ ലോർഡ്. എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. നമ്മുടെ ധ്യാന ടീമുകളിലൊക്കെ കണ്ടിട്ടില്ലേ? ധ്യാന ടീമുകളിൽ വലിയ വലിയ അച്ഛന്മാരുണ്ടെങ്കിലും 1-2 സാധാരണ അമ്മച്ചിമാരും കൂടെ ഉണ്ടാവും. എന്നിട്ട് അച്ഛൻ പറയും, എന്താ ആത്മാവ് പറയണമെന്ന് കേട്ട് എന്നോട് പറഞ്ഞെന്നും പറഞ്ഞ് അവരൊരു കുറിപ്പ് കൊടുത്തു വിടും. അങ്ങനെയാണ് സന്ദേശങ്ങളൊക്കെ തരുന്നത്. അച്ഛന്മാർക്ക് ശ്രവിക്കാം. ഞാൻ പറയുന്നതിൻ്റെ ഉദ്ദേശം, പരിശുദ്ധാത്മാവ് ഏറ്റവും സാധാരണക്കാരായ ആളുകളിൽ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടി ഇങ്ങനൊരു ഐഡിയ പറഞ്ഞെന്നുള്ളൂ. ബഹുമാനപ്പെട്ട അച്ഛന്മാരെ വിഷമിപ്പിക്കുകയല്ല ഉദ്ദേശം. സാധാരണ അമ്മമാർ, വീട്ടമ്മമാർ, അമ്മാമ്മമാർ, നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഉടനെ ചട്ടിയും കലത്തിൻ്റെ അടുത്തേക്ക് ഓടാണ്ട് കുറച്ച് സമയം അവിടെ ഇരിക്കുക. ഞാനീ പറഞ്ഞു വരുന്നത്, പരിശുദ്ധാത്മാവിലുള്ള ജീവിതം തുടങ്ങുന്നത് ചട്ടിയും കലത്തിലും അല്ല. എവിടെ തുടങ്ങണേ? കുറച്ച് സമയം അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണം. ആരോട് പ്രാർത്ഥിക്കണം? ഡയറക്റ്റ് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവേ. അതുകൊണ്ടാണ് നമ്മുടെ സാധാരണ കുടുംബ ജീവിതത്തിൽ തന്നെ രാവിലെ എഴുന്നേറ്റ് കൊന്ത ചെല്ലുന്നതിന് മുമ്പ് നമ്മളൊരു പാട്ട് പാടുമോ? ഏത് പാട്ടാ പാടണേ? ഒന്ന് പാടിയേ. പരിശുദ്ധാത്മാവേ നീ വരണമേ എൻ്റെ ഹൃദയത്തിൽ. മതി. ഇതൊക്കെ ഇങ്ങനെ പാടി പോകുന്നുണ്ട്. അത് പാടി പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ പാട്ട് പാടും, എന്നിട്ട് കൊന്തയില്ല മതി. ഇങ്ങനെയൊക്കെ പാടും. കുട്ടികളെ, എടി കുരിശൊരിക്കാൻ സമയമായി, പാടി കുരിശൊരിക്കണി. കുരിശൊരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ പാട്ട് പാടിയോ? പാടും. ഇതിനൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എന്താ? ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. ആ ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മളിൽ തുറക്കുമ്പോഴാണ് ദൈവസ്വരം ശ്രവിക്കാനും ദൈവിക അരുളപ്പാടനുസരിച്ച് ജീവിക്കാനും നമുക്ക് സാധിക്കുന്നത്. ഞാൻ എല്ലാം പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതെന്നാണ് പറയാറ്. ക്ഷമിക്കണം എന്നോട്. ജ്ഞാനസ്നാനമാണ് നമ്മൾ സ്വീകരിച്ചതില്ലേ? എന്താ നമ്മൾ സ്വീകരിച്ചത്? ഒന്ന് പറഞ്ഞ എല്ലാവരും, എന്താ സ്വീകരിച്ചത്? ജ്ഞാനസ്നാനം. അപ്പൊ ഈ ജ്ഞാനസ്നാനത്തിലൂടെ നമുക്ക് ജ്ഞാനം കിട്ടിയോ? ജ്ഞാനസ്നാനത്തിലൂടെ ജ്ഞാനം കിട്ടിയോ? ജ്ഞാനസ്നാനത്തിലൂടെ ജ്ഞാനം കിട്ടിയോ? കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആ പെട്ടി തുറന്നിട്ടില്ല. നമ്മൾ ആ പെട്ടി തുറക്കാതെ നമ്മുടെ മാനുഷികമായ കുറേ ബുദ്ധിയും ബോധ്യത്തിലും ആണ് നമ്മൾ ജീവിക്കുന്നത്. മാനുഷികമായ ബുദ്ധിയിലും ബോധ്യത്തിലും. കണ്ണൻ ഈ സ്പീക്കറൊന്നും തിരിച്ചു വെച്ച്, നമ്മുടെ മാനുഷികമായ ജ്ഞാനത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ശരി, ഇങ്ങോട്ട് തിരിച്ചു വെച്ചു. മതി. താങ്ക് യു. നമ്മുടെ മാനുഷികമായ ജ്ഞാനം ദൈവത്തിൽ നിന്ന് തന്നെ ഉള്ളതാണ്. എന്നാൽ ഈ മാനുഷികമായ ജ്ഞാനത്തിന് ദൈവിക ജ്ഞാനവുമായിട്ട് ഒന്നാകുമ്പോഴാണ് നമ്മുടെ ജീവിതം ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതമാകുന്നത്. അല്ലെങ്കിൽ നമ്മുടെ മാനുഷിക ബുദ്ധിയിൽ നയിക്കപ്പെടുന്നു. സാധാരണ ഭാഷയിൽ പറയുകയാണെങ്കിൽ 1 1 2. എന്നാൽ പരിശുദ്ധാത്മാവ് പറയും 1 1 2 അതെന്ത് കണക്കാത്? നമ്മൾ പഠിച്ചേക്കണൊക്കെ 1 1 2 എന്നല്ലേ? പക്ഷെ പരിശുദ്ധാത്മാവ് പറയും 1 1
വലിയൊരൊന്നാന്ന് പറയും. ഒന്നും വലിയൊരൊന്ന്. അതല്ല ഈശോ പറഞ്ഞത്, നിങ്ങൾ ഇനിമേൽ രണ്ടല്ല, നിങ്ങൾ വലിയൊരു ഒന്നാണ്. അപ്പൊ എന്ന പോലെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ജ്ഞാനം, അപ്പൊ ഈ ജ്ഞാനത്തെ കുറിച്ചാണ് ബൈബിളിലെ പ്രധാന ഒരു വിഷയം തന്നെ. ബൈബിളിൽ ജ്ഞാനം എന്ന് പറഞ്ഞൊരു പുസ്തകം തന്നെയുണ്ട്. അതുകൂടാതെ സങ്കീർത്തനങ്ങളിലും പ്രഭാഷകന്റെ പുസ്തകങ്ങളിൽ സുഭാഷിതങ്ങൾ, ഇതെല്ലാം ജ്ഞാനത്തിൻ്റെ പുസ്തകമാണെങ്കിലും അത് പുസ്തകമായിട്ടാണ് അവിടെ ഇരിക്കുന്നത്. എന്നാൽ കർത്താവ് ഈശോ മിശിഹാ വന്നതോടെ, പരിശുദ്ധാത്മാവിനെ നൽകിയതിലൂടെ ഈ പുസ്തകത്തിൽ ആയിരിക്കുന്ന ജ്ഞാനത്തെ നമ്മുടെ ആത്മാവിലേക്ക് നൽകിക്കൊണ്ട് ഓരോ ക്രിസ്ത്യാനിയും ക്രിസ്തുവിനെ പോലെയുള്ള ക്രിസ്തുവിന്റെ ആത്മാവ് കൊണ്ട് നിറഞ്ഞവനാക്കിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞു, നിങ്ങൾ എന്നെ അനുകരിക്കുക, എന്നെ അനുഗമിക്കുക. നമ്മൾ എന്നു മുതലുള്ള യേശുവിനെയാണ് അനുഗമിക്കേണ്ടത്. യേശുവിൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് പറയുമ്പോഴെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ജീവിതമാണ് അവിടെ കാണുന്നത്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ പ്രസിദ്ധമായ പ്രബോധനങ്ങളിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ധാരാളം പ്രബോധനങ്ങളുണ്ട്. അതിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുകയാണ്, പരിശുദ്ധാത്മാവിൻ്റെ ആൽ നയിക്കപ്പെട്ട ജീവിതത്തെ മനസ്സിലാക്കാൻ മാതാവിൻ്റെ ജീവിതത്തെ അനുകരിച്ചാൽ മതി, യേശുവിൻ്റെ ജീവിതത്തെ കണ്ടാൽ മതി. യേശുവിൻ്റെ ജീവിതം നോക്കിക്കോ, ശിശുവായിരുന്നപ്പോൾ തന്നെ യേശുവിന് എന്താണ് സംഭവിച്ചത്? ശിശു ജ്ഞാനം നിറഞ്ഞ് ശക്തനായി. വായിക്കാം. ശിശു വളർന്ന് ജ്ഞാനം നിറഞ്ഞ് ശക്തനായി, ദൈവത്തിന്റെ കൃപ അവന്റെ മേലുണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് കരമുയർത്തി ഏറ്റു പറഞ്ഞേ, ശിശു വളർന്ന് ജ്ഞാനം നിറഞ്ഞ് ശക്തനായി, ദൈവത്തിന്റെ കൃപ അവന്റെ മേൽ ഉണ്ടായിരുന്നു. ഒന്നിങ്ങനെ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ജ്ഞാനസ്നാനത്തിലൂടെ എനിക്ക് ലഭിച്ചിരിക്കുന്ന ജ്ഞാനത്തിന്റെ ദാനത്തെ എന്നിൽ തുറക്കണമേ. പരിശുദ്ധാത്മാവേ, ജ്ഞാനം നൽകണമേ, വിവേകം നൽകണമേ, ബുദ്ധി നൽകണമേ. നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിന്നൊന്ന് സ്തുതിച്ചാലോ? ഒന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ജീവജലത്തിൻ അരുവിയായി എന്ന് വീണ്ടും നമ്മൾ പാടുമ്പോൾ ഈ ജ്ഞാനം നമ്മളെ തുറക്കാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഈ ജ്ഞാനസ്നാനത്തിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ജ്ഞാനം നമ്മൾ തുറക്കുന്നതിനാണ് ഈശോയുടെ ജീവിതത്തെക്കുറിച്ച് പറയുന്നത്. അവൻ ശിശുവായിരുന്നപ്പോൾ തന്നെ ജ്ഞാനം നിറഞ്ഞു. നമ്മളെ സംബന്ധിച്ച് ജ്ഞാനസ്നാനത്തിലൂടെ നമ്മളെല്ലാവരും യേശുവിനെ പോലെയുള്ള ശിശുക്കളാണ്. ആ ശിശുക്കളായിരിക്കുന്ന നമ്മൾക്ക് ദൈവത്തിൻ്റെ ജ്ഞാനം നൽകപ്പെട്ടിരിക്കുന്നു. എല്ലാവരും ഏറ്റുപാടിക്കൊണ്ട് കൈയടിച്ച് ജ്ഞാനത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ, സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ, സ്നേഹാഗ്നിജ്വാലയായി എന്നാത്മാവിൽ പടരണമേ, സ്നേഹാഗ്നിജ്വാലയായി എന്നാത്മാവിൽ പടരണമേ. എന്നിൽ വാഴും ആത്മാവേ ജ്ഞാനത്താൽ നിറയ്ക്കണമേ, 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 എന്നിൽ വാഴും ആത്മാവേ ജ്ഞാനത്താൽ നിറയ്ക്കണമേ. ജ്ഞാനം നൽകണമേ, 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 ജ്ഞാനം
നൽകണമേ നൽകണമേ ജ്ഞാനം നൽകണമേ ജ്ഞാനം നൽകണമേ എന്നിൽ വാഴും ആത്മാവേ ജ്ഞാനത്താൽ നിറയ്ക്കണമേ 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 എന്നിൽ വാഴും ആത്മാവേ എന്നിൽ കത്തിപ്പടരണമേ എന്നിൽ വാഴും ആത്മാവേ എന്നിൽ കത്തിപ്പടരണമേ എന്നാത്മാവിൽ പടരണമേ എന്നാത്മാവിൽ പടരണമേ എന്നാത്മാവിൽ പടരണമേ എന്നാത്മാവിൽ പടരണമേ എന്നിൽ വാഴും ആത്മാവേ ജ്ഞാനത്താൽ നിറയ്ക്കണമേ എന്നിൽ വാഴും ആത്മാവേ ജ്ഞാനത്താൽ നിറയ്ക്കണമേ എന്നിൽ വാഴും ആത്മാവേ ജ്ഞാനത്താൽ നിറയ്ക്കണമേ ആത്മാവേ ജ്ഞാനത്താൽ നിറയ്ക്കണമേ ജ്ഞാനത്താൽ നിറയ്ക്കണമേ ജ്ഞാനത്താൽ നിറയ്ക്കണമേ ജ്ഞാനത്താൽ നിറയ്ക്കണമേ ജ്ഞാനത്താൽ നിറയ്ക്കണമേ ജ്ഞാനത്താൽ നിറയ്ക്കണമേ Praise the Lord. Praise the Lord. ഒരു മിനിറ്റ് നിങ്ങൾ നിൽക്കുക. ഇരിക്കല്ലേ കേട്ടോ, ഇരിക്കല്ലേ ഇരിക്കല്ലേ ഇരിക്കല്ലേ. ഞാൻ വേറൊരു സൂത്രം കാണിച്ചു തരാം. ഒരു സൂത്രം കണ്ടോ. ഇപ്പോൾ ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഭയങ്കര ഒരു പ്രയാസമാണ്. കാരണം ഇത് ഞാൻ നിങ്ങളെ കുറ്റം പറയല്ല, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. പക്ഷേ നിങ്ങൾ വീട്ടിലെ ചട്ടിങ്കലത്തിൻ്റെ കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് വല്ലതും മനസ്സിലാകുമോ? ഇതാണ് നമ്മൾ ഈ കൺവെൻഷന് വരുമ്പോൾ ഇന്നത്തേക്ക് അല്ലെങ്കിൽ ഈ കൺവെൻഷൻ സമയത്തേക്ക് ഈ വീട്ടുകാര്യമൊക്കെ അങ്ങ് വിട്. അതെല്ലാം കർത്താവ് 100 പ്രാവശ്യം പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ഭക്ഷിക്കുമെന്നതിനെക്കുറിച്ചോ എന്ത് ഉടുക്കുമെന്നതിനെക്കുറിച്ചോ വീടിനെ കുറിച്ചോ ചിന്തിക്കണ്ട. അതൊക്കെ നിങ്ങൾക്ക് താനേ തരും. നിങ്ങൾ ആദ്യം എന്ത് ചിന്തിക്കുക? സ്വർഗരാജ്യത്തിൻ്റെയും അവിടുത്തെ നീതിയുടെയും അവിടുത്തെ ജ്ഞാനത്തിൻ്റെയും കാര്യങ്ങൾ ചിന്തിക്കുക. ഇതേക്കോ ഇപ്പോൾ ഒറ്റ മിനിറ്റ് കൊണ്ട് ഞാൻ ഇതെല്ലാം മാറ്റാൻ പോവുകയാണ്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് മാറ്റും. റോമാക്കാരുടെ ലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ 26-27 വചനത്തിൽ പറയുകയാണ്, നമ്മുടെ ബലഹീനതയിൽ വെരി ഗുഡ്, ആത്മാവ് നമ്മെ സഹായിക്കുന്നു. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മളെ സഹായിക്കും. വേണ്ട വിധം. ഒരു മിനിറ്റ്. എന്താ നമ്മുടെ ബലഹീനത? ഞങ്ങൾക്ക് ഈ വീട്ടിലെ കാര്യമൊക്കെ ചിന്തിച്ചാൽ അത് വിടാൻ പറ്റണില്ല. അതാ നമ്മുടെ ബലഹീനത ഇല്ലേ? ഉള്ള കാര്യം പറയാലോ. മോളുടെ കല്യാണം നടക്കണില്ല, മോന് ഫീസ് കൊടുത്തിട്ടില്ല, അവിടെ ജോലി കിട്ടണില്ല, കെട്ടിയോൻ്റെ കുടി മാറണില്ല, കടബാധ്യത ഈ കാര്യങ്ങളൊക്കെ വിട്ടിട്ട് എപ്പോഴാ ധ്യാനിക്കണേ? ഇതൊക്കെ എന്തെങ്കിലും ഒരു പരിഹാരം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ധ്യാനത്തിന് വരണത്. അപ്പൊ ഇയാള് പറയണ പരിശുദ്ധാത്മാവിനെ കേൾക്കണ കാര്യം ഇതൊക്കെ ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ? സത്യമല്ലേ? അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നമ്മുടെ ഈ ബലഹീനതയിൽ ആത്മാവ് നമ്മളെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ ഒന്ന് പറഞ്ഞേ, ശരിയാണോ? നമ്മൾ പ്രാർത്ഥിക്കുന്നത് മുഴുവനും നമ്മുടെ വീട്ടുകാര്യം, ലോകകാര്യം അതല്ല പ്രാർത്ഥിക്കേണ്ടതെന്നാണ് ബൈബിള് മുഴുവനും പറയണത്. നിങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഈ 50 വർഷമായിട്ട് കൺവെൻഷനുകളിലെല്ലാം ഈ നായിക്കാമ്പറമ്പിലച്ചനൊക്കെ പറയണ കേട്ടിട്ടില്ല, നിങ്ങൾ പരിശുദ്ധാത്മാവേ തരണേ എന്ന് പ്രാർത്ഥിച്ചാൽ മതി. പക്ഷേ നമ്മൾ പറയും അതൊക്കെ അച്ഛന്മാർ വരും, പള്ളി പറഞ്ഞാൽ മതി, അത് നമുക്ക് നമ്മുടെ വീട്ടിലെ കാര്യം. അതുകൊണ്ട് കുറച്ച് നേരത്തേക്ക് അതിനെ വിട്ടിട്ട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. പ്രാർത്ഥിക്കുമെന്ന് ആര് പ്രാർത്ഥിക്കണം? തോമസ് പോൾ പ്രാർത്ഥിക്കണോ? പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കണോ? ആര് പ്രാർത്ഥിക്കണ നല്ലത്? നമ്മൾ പ്രാർത്ഥിക്കണതോ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കണതോ? പക്ഷെ നമുക്കിത് അറിഞ്ഞൂടാ. നമ്മൾ വിചാരിക്കണേ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വീണ്ടും പറഞ്ഞിരിക്കുകയാണ്, ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ ആത്മാവിന്റെ ഇംഗിതം ഗ്രഹിക്കുന്നു. എന്തെന്നാൽ എല്ലാവരും കരമുയർത്തിയേറ്റ് പറഞ്ഞുകൊണ്ട്, എന്തെന്നാൽ ആത്മാവ് ദൈവഹിതമനുസരിച്ചാണ് വിശുദ്ധർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത്.
ആരാണ് ഈ വിശുദ്ധർ? ഇതാരെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്? ഈ അമ്മച്ചിയൊക്കെ വിശുദ്ധരാണ്. ഈ ആരെക്കുറിച്ചാണ് പറഞ്ഞേക്കണത്? നമ്മളെ കുറിച്ചാണ്. കേട്ടോ, മാമോദീസ സ്വീകരിച്ച് ജീവന്റെ അടയാളത്താൽ മുദ്ര കുത്തപ്പെട്ടവർ, സർവജ്ഞനായ ഭരണകർത്താവും അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും. കണ്ടോ, ആരാണ് നമ്മൾ? അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്ന വിസ്മയനീയനായ പരിപാലനം ലഭിക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുവോ ഈ പറഞ്ഞിരിക്കുന്നത് നമ്മളെല്ലാവരും വേണ്ടിയാണെന്നും നമ്മൾ ഓരോരുത്തരിലും വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നവർ മാത്രം ഒന്ന് കൈവക്കിയേ. ആ കരങ്ങൾ ഉയർന്നു നിൽക്കട്ടെ. ഇനി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്റെ കാര്യങ്ങളെല്ലാം അറിയാലോ, എന്റെ കാര്യങ്ങളെല്ലാം അറിയാമല്ലോ, അതിന്റെ ഉത്തരവും അങ്ങേക്ക് അറിയാലോ, അതിനുത്തരവും അറിയാമല്ലോ. എനിക്ക് വേണ്ടി പരിശുദ്ധാത്മാവേ പ്രാർത്ഥിക്കണമേ, എനിക്ക് വേണ്ടി പരിശുദ്ധാത്മാവേ പ്രാർത്ഥിക്കണമേ. വിശ്വസിക്കുന്നുവോ? ഇപ്പോഴേ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ഭാഷാപരത്തിൽ സ്തുതിച്ച് പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എല്ലാവരും ഭാഷാപരത്തിൽ പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഫ്രീ ആയോ? ഭയങ്കര ഒരു സമാധാനം വരുന്നുണ്ടോ? എനിക്ക് ഭയങ്കര സമാധാനമായി. എൻ്റെ അകത്തിങ്ങനെ നെഞ്ച് കിഴക്കിയ ഭയങ്കര പ്രയാസമായിരുന്നു. ഇപ്പോൾ ഫ്രീ ആയി. ഇങ്ങനെ ഒരു പ്രാർത്ഥനയും ഉണ്ട്. ഇതാണ് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുക എന്ന് പറയുന്നത്. എന്തിന് പ്രാർത്ഥിക്കാൻ തന്നെ നമുക്ക് പറ്റുന്നില്ല ചില സമയത്തില്ലേ? എന്ത് പ്രാർത്ഥിക്കണമെന്നും അറിയില്ല. നമ്മളുടെ വഴി മുട്ടിയിരിക്കുകയാണ്. എങ്ങനെ പ്രാർത്ഥിച്ചിട്ടും ഈ പ്രശ്നം മാറുന്നില്ല. അവിടെയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ സഹായിക്കുന്നു. ഒരിക്കൽ കൂടി ഒന്ന് പ്രാർത്ഥിച്ചേ. എന്താ പ്രാർത്ഥിക്കേണ്ടത്? നമ്മളല്ല പ്രാർത്ഥിക്കുന്നേ. നമ്മൾ പറയുന്നു എല്ലാവരും പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, എനിക്കറിയില്ല, എനിക്കറിയില്ല, എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് എനിക്കറിയില്ല, എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് എനിക്കറിയില്ല. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങ് പ്രാർത്ഥിക്കണമേ, അങ്ങ് പ്രാർത്ഥിക്കണമേ, അങ്ങ് പ്രാർത്ഥിക്കണമേ, അങ്ങ് പ്രാർത്ഥിക്കണമേ. ലബാ 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 ലബാ. ഭാഷാപരത്തിൽ എല്ലാവരും ഭാഷാപരത്തിൽ എല്ലാവരും ഭാഷാപരത്തിൽ പരിശുദ്ധാത്മാവ് നമുക്കിരിക്കാം. ഇങ്ങനെ നിങ്ങൾ എല്ലാ ദിവസവും കുറച്ച് സമയം പ്രാർത്ഥിക്കണം. ആര് പ്രാർത്ഥിക്കുന്നു? ആര് പ്രാർത്ഥിക്കുന്നു? പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പറയണം, പരിശുദ്ധാത്മാവേ നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കുമ്പസാരിക്കാൻ ആഗ്രഹമുള്ളവർക്ക് പള്ളിയിലേക്ക് പോകാം. കുമ്പസാരത്തിന് അച്ഛന്മാരുണ്ട് അവിടെ. പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും ശക്തമായ ഒരു സഹായമാണ് വിശ്വാസികളായ നമ്മൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു എന്നത്. ഇത് വലിയൊരു കണ്ടുപിടുത്തമാണ്. കുറച്ച് ദിവസം മുമ്പ് ഞാനിങ്ങനെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ മധ്യസ്ഥ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ഇത്രയും പേര് പോയാൽ മതി, ഒരുപാട് പേര് പോകല്ലേ, ഇനി ബാക്കി പിന്നെ പോകാം, അവിടെ ഇരുന്നാലും കേൾക്കാമല്ലോ. ഒരു കാര്യത്തിന് വേണ്ടി ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ പല രീതിയിൽ പ്രാർത്ഥിച്ചിട്ടും ഒരു ദർശനം ഇങ്ങനെ വരികയാണ്.
ഒരു വലിയ കയറ്റത്ത് ഒരു കാർ ഇങ്ങനെ കയറി പോകുന്നു. പക്ഷെ കാറ് കയറുന്നില്ല, വണ്ടി കയറുന്നില്ല. കുറച്ച് ദൂരം പോയിട്ട് വണ്ടി അവിടെ നിന്നിട്ട് പിന്നെ വണ്ടി പുറകോട്ട് വരാൻ തുടങ്ങുന്നു. ഓഹോ, അപ്പോൾ നമ്മൾ വീണ്ടും ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നിട്ടും വണ്ടി കയറുന്നില്ല. അങ്ങനെ ഇരിക്കേ ഇനി എങ്ങനെ പ്രാർത്ഥിച്ചാലാണ്? അപ്പം ഇതൊരു സൂചനയാണ്, ഒരു പ്രതീകമാണ്. വേണ്ട വിധം അല്ല നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് മനസ്സിലായി. അപ്പം ഞാൻ ചോദിച്ചു, പരിശുദ്ധാത്മാവേ ഇനി എങ്ങനെ പ്രാർത്ഥിക്കണം? ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ മനസ്സിലായി ആ വചനത്തിൻ്റെ അർത്ഥം. എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു, പരിശുദ്ധാത്മാവേ ഞങ്ങളെ നിർത്തി, നീ പ്രാർത്ഥിക്ക്, അങ്ങ് പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളങ്ങ് ഭാഷാപരത്തിൽ പ്രാർത്ഥിച്ചപ്പോ പറഞ്ഞു വണ്ടി ഓടി മുന്നോട്ട് പോയി. ചേടാ, ഇത് നല്ല സൂത്രമാണല്ലോ. പിന്നീട് അന്ന് വൈകുന്നേരത്ത് ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ പ്രാർത്ഥിച്ച കാര്യത്തിന് പൂർണ്ണമായ ഉത്തരം കിട്ടിയെന്ന്. സ്നേഹമുള്ളവരെ, നമുക്ക് അറിയാവുന്നത് ഈ കട്ടം പണിയെടുക്കാനേ അറിയുള്ളൂ. കഷ്ടപ്പെടാൻ നമുക്ക് നന്നായിട്ട് അറിയാം, ഇല്ലേ? പരിശുദ്ധാത്മാവ് പറയുന്നത്, നീ കഷ്ടപ്പെടണ്ട, ഞാൻ നിന്നെ സഹായിക്കാം. എന്തിലൊക്കെ സഹായിക്കാം? ആദ്യം തന്നെ ദൈവിക ജ്ഞാനം തന്ന് സഹായിക്കാം. നീ നിന്റെ മാനുഷിക ബുദ്ധി കൊണ്ട് എന്തെല്ലാം ചെയ്താലും അതിന് ഒരു പരിധിയുണ്ട്. എന്നാൽ എൻ്റെ ദൈവിക ജ്ഞാനത്തിലൂടെയാണ് ഒരു ക്രിസ്ത്യാനി ജീവിക്കേണ്ടത്. അത് നമ്മുടെ എല്ലാ ആരാധന രീതികളിലുമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ പ്രാർത്ഥന നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നതാണ്. എന്താണ്? സർവജ്ഞനായ, ഒന്ന് പറഞ്ഞെല്ലാവരും, സർവജ്ഞനായ ഭരണകർത്താവും. കണ്ടോ, ആ വാക്ക് തന്നെ ഒന്ന് പറഞ്ഞേ, എല്ലാവരും ഒന്ന് പറഞ്ഞേ, സർവജ്ഞനായ ഭരണകർത്താവും, അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും, സകല സൗഭാഗ്യങ്ങളുടെയും സകല നന്മകളുടെയും നന്മകളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം ഞങ്ങളുടെ മേൽ കരുണയോടെ വർഷിക്കണമേ. അപ്പോൾ ഇതല്ലേ പരിശുദ്ധാത്മാവിലുള്ള ജീവിതം എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിനാലുള്ള ജീവിതത്തിൻ്റെ ഒരു മുഖ്യ ഘടകം ഈ ജ്ഞാനമാണെങ്കിൽ അതിൻ്റെ മറ്റൊരു വശം ഈ 7 കൂദാശകളുമാണ്. കൂദാശകളെക്കുറിച്ചൊക്കെ ഇവിടെ നമ്മൾ ക്ലാസ്സുകൾ കേട്ട് കാണും. പക്ഷെ ഒന്ന് നമ്മൾക്ക് മനസ്സിലാക്കണം, നമ്മൾ എല്ലാ ദിവസവും കൺവെൻഷനോ എല്ലാ ദിവസവും ധ്യാനത്തിലോ ഒന്നും പങ്കെടുക്കുന്നില്ല. പക്ഷെ എല്ലാ ദിവസവും പങ്കെടുക്കുന്നത് എന്തിലാണ്? വിശുദ്ധ കുർബാനയിലാണ്. എന്നാൽ ആ വിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ ഉടനീളം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഉടനീളം വിശുദ്ധ കുർബാനയുടെ ആരംഭം മുതൽ അവസാനം വരെ ആരുടെ പ്രവർത്തനമാണത്? പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. ത്രിത്വൈക ദൈവത്തിൻ്റെ സഹവാസമാണ്. ഞാൻ അതിനകത്തേക്ക് വിശദമായിട്ട് പോകുന്നില്ല. എന്നാലും ഇതാണ് എൻ്റെ ജീവിതത്തിൽ എന്നെ വളർത്തിയത്. ചിലപ്പോൾ എന്നോട് ചോദിക്കാറുണ്ട്, ബ്രദറെ, ഈ 25 വർഷം, ഞാൻ 25 വർഷമായി എൻ്റെ നവീകരണ ജീവിതം, ഒരുപാട് പ്രശ്നങ്ങളും കഷ്ടതകളും ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ടായിട്ടുണ്ടെങ്കിലും എനിക്ക് ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര പ്രത്യാശയാണ്, ഭയങ്കര വിശ്വാസമാണ്, ഭയങ്കര ആത്മധൈര്യമാണ്. ഇതൊക്കെ എങ്ങനെ കിട്ടി? ഇതിൻ്റെ ഒരു ഉത്തരം, വെളുപ്പിനെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. 4 മണിക്ക് എണിക്കും. 4 മണി മുതൽ 7 മണി വരെ 3 മണിക്കൂർ വ്യക്തിപരമായ പ്രാർത്ഥനയാണ്. ആ വ്യക്തിപരമായ പ്രാർത്ഥനയുടെ പ്രധാന ഘടകം ജ്ഞാനത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഇതെല്ലാം ഞാൻ പറയുന്നത്, ഞാനും നിങ്ങളെപ്പോലെ ഒരു സാധാരണ കുടുംബസ്ഥനാണ്, അപ്പനാണ്, അപ്പുപ്പനാണ്, മക്കളും കുഞ്ഞുമക്കളും എല്ലാം എനിക്കുണ്ട്.
നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നൽകുന്ന ജ്ഞാനം. രണ്ടാമത് കൗദാശിക ജീവിതത്തിൻ്റെ പരിശുദ്ധാത്മാ